അമ്മമാരുടെയും ഇവിടെ മുന്നിലിരിക്കുന്ന അച്ഛന്മാരുടെയും ഒക്കെ മുമ്പത്തെ ആ പുഞ്ചിരി കാണുമ്പോൾ സന്തോഷമാണ്. നമുക്ക് ആരംഭിക്കാം, തുടരാം. അമ്മ ഏറ്റവും കൂടുതൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് ഈ അമ്മയാണ്. അമ്മയുടെ പേരെന്താണ്? രാജമാൾ. അമ്മയുടെ വീട് എവിടെയാണ്? ഇവിടെ തന്നെയാണോ? അടുത്ത്? പിന്നെ കൊട്ടാരക്കര. അമ്മ ഒന്ന് സ്റ്റേജിലേക്ക് ഒന്ന് വരിക. അമ്മ പറയുന്നത് കേട്ടോ. ഞാന് അമ്മയ്ക്ക് എഴുതാനൊക്കെ അറിയാമല്ലോ. ഇംഗ്ലീഷും ഒക്കെ അറിയാവുന്ന. എന്താ അമ്മ എന്ത് ചെയ്തോണ്ടിരുന്നു? നേരത്തെ എന്തായിരുന്നു അമ്മ ചെയ്തിട്ട്? അമ്മ എന്ത് ജോലിക്ക് പോയിരുന്നോ? എന്ത് ജോലിയായിരുന്നു? അധ്യാപികയായിരുന്നോ? ടീച്ചറായിരുന്നോ? അയ്യോ, അപ്പൊ പിന്നെ എഴുതാൻ അറിയാവുന്ന ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അമ്മ ഒരു കാര്യം ചെയ്യണം, നോക്കുക. ഈ ബുക്കില്, ഈ പാഡില് അമ്മ ഒരു കാര്യം ചെയ്യണം. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. അമ്മ, അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ എന്തൊരു വിഷമം. അങ്ങനെ പറയണ്ട, ആ വിഷമമല്ല. അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആയിക്കോട്ടെ, അവർ വേർപാട് അമ്മ ഒത്തിരിയും അലട്ടുന്നുണ്ട്, വിഷമമുണ്ട് അല്ലേ? എന്നാലും ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരാളുടെ മരണം അമ്മ എപ്പോഴും ഇങ്ങനെ വേട്ടയാടുന്നുണ്ട്. ശരിയാണോ? അതാ ഞാൻ ചോദിച്ച്. അല്ലാതെ അമ്മയുടെ ആ വലിയ മനസ്സിന്റെ തൃപ്തിയാണ് ഈ പറയുന്നത്. വിഷമം ഉണ്ടെങ്കിൽ പലരും പറയുന്നത് എന്താണെന്നറിയാവോ? എനിക്ക് വിഷമമൊന്നും ഇല്ല എന്ന്. അതാ വലിയ മനസ്സാണ്. വിഷമം ഇല്ലാത്തവരായി ആരുമില്ല. അമ്മ ഒരു വ്യക്തി ആണാണോ പെണ്ണാണോ? ഒരാണോ? ആ ചിലപ്പോ ഓർക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു വിഷമമാണല്ലേ. ഏതായാലും ഈ പേന ഉപയോഗിച്ച് അമ്മ എന്ത് ചെയ്യണം? ആ പേപ്പറിലൊന്ന് എഴുതുക. ആ പേപ്പറിലൊന്ന് എഴുതിക്ക്. അടിവിടെ പാഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നെ കാണിക്കരുത് നിർബന്ധമുണ്ട്, ഞാൻ നോക്കുന്നുമില്ല. വലുതായിട്ട് എഴുതണം. എഴുതി കഴിഞ്ഞെങ്കിൽ യെസ് എന്ന അമ്മ ഇംഗ്ലീഷ് പറയണം. അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയാം. വലുതായിട്ട് എഴുതണം. കഴിഞ്ഞോ? കാണിക്കരുത് 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 എനിക്ക് കാണിക്കണ്ട. അപ്പോ അമ്മ ഒരു കാര്യം ചെയ്യണം. ഞാൻ കണ്ടില്ല കേട്ടോ. അമ്മ ആ പേജ്, ആ പേപ്പർ അങ്ങ് വലിച്ചു കീറിയെടുക്കുക. അതങ്ങ് കീറിയെടുത്ത അത് കീറിയെടുക്കുക. കീറിയെടുത്തേ ആ പേജ് കീറിയെടുക്കുക. അമ്മ കീറിയെടുത്തിട്ട് ആരോടും പറയരുത്. അതങ്ങ് ചുരുട്ടുക, മടക്കി വെക്കുക. മടക്കി വെക്കുക. ഒന്നുകൂടെ മടക്കുക. ചുരുട്ടി പിടിക്കുക. ആരും കാണരുത്. മടക്കി വെക്കുക. എന്നിട്ടാണ് അവിടെ ഒരു ഗ്ലാസ് ഇരിക്കുന്നില്ലേ, ആ ഗ്ലാസ്സിലൊന്ന് വെച്ച് വന്നാട്ടെ. ഈ ഗ്ലാസ്സിൽ വെക്കുക. ഇട്ട്. എന്നിട്ട് ഞാൻ അത് ചെയ്യുന്നു. അത് ഇങ്ങനെ അപ്പോ അമ്മ എഴുതി കഴിഞ്ഞു. ആ വ്യക്തിയുടെ ആത്മാവ് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുന്നു എന്നമ്മ പറഞ്ഞാൽ വിശ്വസിക്കുമോ? അമ്മ അതിലൊന്നും വിശ്വസിക്കുന്നില്ലേ? ആത്മാവ് അങ്ങനെയൊന്നും വരത്തില്ലേ? ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ പിന്നെ ഇവിടെ വന്നുകൂടെ? അമ്മ വന്നില്ലേ? അമ്മ ഞാൻ പറയുന്നതൊക്കെ അതുപോലെ ശ്രദ്ധിക്കണം. നമുക്ക് പലപ്പോഴും ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ അതുപോലെ മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാവാം. ആ വ്യക്തിയുടെ ആത്മാവ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, അതെത്തിയോ നമുക്ക് നോക്കാം. എന്താ നോക്കുക. ശൂന്യമായ ഗ്ലാസ്സാണ്.
ഗ്ലാസ്സാണ്. ഇങ്ങനെ വെക്കുന്നു. ഇവിടെ മാജിക് സംഭവിക്കുന്നത്. മാജിക് സംഭവിച്ചു കഴിഞ്ഞു. ആത്മാവ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഞാൻ പറയട്ടെ ആരാണെന്ന് ഞാൻ പറയട്ടെ. അമ്മ നേരത്തെ പറഞ്ഞു ഒരാണാണെന്നുള്ളത്. അല്ല, അതൊരു സ്ത്രീയാണ്. രാജമ്മ ആണോ? അമ്മ? അമ്മ മനസ്സിൽ കണ്ടത് ഒരാൾ മരിച്ചുപോയി, അത് പേരെഴുതാൻ പറഞ്ഞപ്പോ കെ രാജമ്മ എന്നാണ് അല്ലേ? അമ്മയുടെ പേര് കെ രാജമ്മ എന്നാണോ? ഏതാ? ആർ രാജമ്മ. ശരി, അപ്പൊ അത് എഴുതി കഴിഞ്ഞു അല്ലേ? നമുക്ക് നോക്കാം. ഈ ഓഡിറ്റോറിയത്തിൽ അമ്മയുടെ ശരിക്കും പറഞ്ഞ അമ്മ ആരെയാണ് ഓർത്തത് ആരെയാണ്? അയ്യോ, കൊള്ളു. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 60 വയസ്സുണ്ട്. 60 വയസ്സ് ഒക്കെ തെറ്റാണ് അമ്മ പറയുന്നത്. അമ്മ പ്രായത്തിന്റെ ആയിട്ടുള്ള ദൗർബല്യം കൊണ്ട് പലതും അമ്മ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഏതായാലും അമ്മ മനസ്സിൽ കണ്ടത് അമ്മയെ തന്നെയാണല്ലേ? നമുക്ക് നോക്കാം അത് ശരിയാണോ. നമുക്ക് നോക്കാം. ഈ ആത്മാവ് ഇവിടെ നമുക്ക് നോക്കാം. എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് മാറ്റി അമ്മ ഇതിലേക്ക് സൂക്ഷിച്ച് നോക്കുക. ഇത് സംഭവിക്കും. നമുക്ക് നോക്കാം. പ്രകാരം റെഡി? 1 2 കൊച്ചി കള്ളാന്ന് പറഞ്ഞ് എന്നെ അടി അടിച്ചു കേട്ടോ. അതാണ് മാജിക് എന്ന് പറയുന്നത്. അതിലമ്മ വിജയിച്ചു. കൊച്ചി കള്ളാന്ന് പറഞ്ഞില്ലേ? ഇതാണ് അമ്മ. ഏതായാലും അമ്മ ആ വ്യക്തിയുടെ ആത്മാവിടെ എത്തിക്കഴിഞ്ഞു. അതാണ് എന്താ ഒത്തിരി സന്തോഷം അമ്മ. ഏതാ അമ്മ എഴുതിയിരിക്കുന്നത്? എന്താ നമുക്ക് നോക്കാം. ഏതായാലും എഴുതിയിരിക്കുന്നത് കെ രാജമ്മ. എന്റെ മനസ്സിലൂടെ വന്നതാണ്. അതാണ് കെ രാജമ്മ.